ചെയ്യല്ലേ. நீ ரொம்ப அழகா இருக்கா, பார்க்கும்போதே தெரியுது. நீ வந்து ஃப்ரெஷ்ஷா. ഞാൻ കാലടിക്കും, நான் ஒன்னும் செய்ய மாட்டேன். ஆனா எனக்கு 5 லட்சம் வேணும். கிடைக்குமா? 5 ലക്ഷം? உன்னோட ரேட்? அட சாமி, கிடைக்க மாட்டேன். എന്ത് വേണമെങ്കിലും ജോലി ചെയ്യാം, പ്ലീസ് എന്നെ വെറുതെ വിടണം. அப்போ நான் வந்து நான் புள்ளையா? உன்னை போல் ஒரு அழகான பீஸ் நான் வந்து விடணுமா? முடியாது. இங்க வாடி. Good morning. I recently re-interviewed the team to review alignment with this company's direction. Following this, some roles have been closed. These decisions were necessary and carefully considered. We move forward with the team that remains, focused on responsibility and consistency. Thank you. 1 week കഴിഞ്ഞല്ലേ പാർട്ടി? ഹലോ, തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? You've been taking this burden for about 2 to 3 months. Take rest. കാരണം പാർട്ടിയുടെ അന്നാണ് താൻ ഏറ്റവും കൂടുതൽ പ്രസന്റബിൾ ആയിട്ടിരിക്കേണ്ടത്. You're right. പാർട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സായോ? അത് അങ്ങനെയൊക്കെ ചോദിച്ചാ നമുക്ക് കുറെ ഡീലിങ്സ് പിടിക്കാനുള്ളതാ. From my experience, I just know the more elegant and fashionable you wear, the more people want to join with you. So, put on some of the best fittings that you can ever find. പക്ഷേ എവിടെ നിന്ന്? I'm not used to this. ഞാൻ വെറും ഫോർമൽ വെയർസ് ആൻഡ് ഓഫീസ് വെയർസ് ഒക്കെ എടുത്തിട്ടേ ശീലിച്ചിട്ടുള്ളൂ. ഓൾസോ ഇന്നൊരെണ്ണം ഇടുക, അത് പിന്നെ മൈൻഡ് പോലും ചെയ്യാതിരിക്കുക. I don't support this non-sustainable actions. Relax, Janvi. This is Mumbai, ഇന്ത്യയിലെ ഫാഷൻ സിറ്റി. ഇവിടെ ഡ്രസ്സ് കിട്ടാനാണോ പാട്? And also, you got your girl, Gina. അവൾ ഈ കാര്യത്തിൽ അത്യാവശ്യം അറിയുന്നുണ്ടല്ലേ. I'm damn sure she might have got something for you. At least she might create something for you. Right. And then I'm taking my leave, but you should take the responsibilities while I'm away, okay? Okay. ജാൻവി നേരെ ജീനയുടെ ബൊട്ടീക്കിൽ പോയി. ആരിത്? മാഡം ഈ ഭാഗത്തേക്ക് പതിവില്ലാത്തതാണല്ലോ. നിനക്കറിയില്ലേ, നെക്സ്റ്റ് വീക്ക്. ഓ ശരിയാ, എനിക്കും വരണല്ലോ. എന്താ പ്ലാൻ? I don't know girl. ഞാൻ ഈ ഡ്രസ്സിന്റെ പിന്നാലെ നടക്കാറില്ല, നിനക്കറിയില്ലേ? ഓ റൈറ്റ്. പക്ഷേ നിന്റെ മൈൻഡിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് വരുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ, ഓഫീസിന്റെ 4 ചുവരിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഇവളുടെ ഫാഷൻ കോൺസെപ്റ്റ് ചോദിക്കുന്നു. Excuse me ma'am, but please don't taunt others for the safety of our customers. How dare you? Anyways, എനിക്ക് ഈ ഷോപ്പിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസൈനർ ഗൗൺ വേണം. ഇവിടുത്തെ മാക്സിമം വരുന്നത് 3 lakhന്റെ ഗൗണാണ് മാം. 3 lakh? സോ ചീപ്പ്. വെറുതെ അല്ല, ഇവൾ ഇവിടെ തന്നെ കയറി വന്നത്. മാം അത്രയ്ക്ക് ഡിസൈനറായ എക്സ്പെൻസീവ് ഐറ്റംസ് വേണമെങ്കിൽ ഡിയോർ, ഷനേൽ ഒക്കെ ആ ജംഗ്ഷന്റെ അപ്പുറത്തുണ്ട്. എനിക്ക് വാങ്ങിക്കാൻ അറിയാനിട്ടല്ല, പക്ഷെ ഇവള് വാങ്ങിക്കുന്നിടത്ത് തന്നെ വാങ്ങിക്കണമെന്ന് എനിക്ക് വാശിയുണ്ട്. I'll be at your office, Tina. No time for this bullshit. അവിടെ നിൽക്കടി. What the fuck you want, Nitya? Humiliating, which is to you. Don't mind me. എന്റെ ഫിയാൻസിയുടെ മുന്നിൽ നിന്ന് അന്ന് എന്നെ നാണം കെടുത്തിയതല്ലേ, അതേപോലെ നിനക്കും ആ ഡോസ് തരണല്ലോ. നിത്യ അവളുടെ മോതിരവിരലിലുള്ള റിങ് കാണിച്ചു കൊടുത്തു. യുനോ, ഈ റിങ്ങിന്റെ കോസ്റ്റ് നിന്റെ 2 കമ്പനി കൂട്ടിയാൽ പോലും കൂടില്ല. He genuinely loves me, you know. നിന്റെ മാരേജിന് അവനിട്ട മോതിരത്തിന് എത്രയാ? Barely 75,000. But this cost 49 lakhs. But Bulgari serpentine. That's how much that man is into me. You think I genuinely care about him and you? ഇല്ലെങ്കിൽ നീ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുവോ? I can feel the jealousy. Excuse me, not to interrupt, but
ഇത് ബൾഗേറി സെർപ്പന്റിന്റെ കളക്ഷൻ എന്നല്ലേ പറഞ്ഞത്? അതെ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ. പക്ഷെ ഇതിന്റെ സ്നേക്കിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആണല്ലോ. ദിസ് ലുക്സ് ഫേക്ക്. വാട്ട്? നോ. അതിന് ഈ ബ്രാൻഡ്സ് ഒക്കെ നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? മൈ ഹസ്ബൻഡ് ഈസ് വൺ ഓഫ് ദ ഹ്യൂജ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ബൾഗേറി. സോ ഇതിന്റെ ലോഞ്ച് ഇവന്റിൽ ഈ സെയിം മോഡൽ റിംഗ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. The direction of the snake is different from mine. എന്തായാലും ഇവന്റ്സിനെ ബൾഗറി ഫേക്ക് കൊടുക്കത്തില്ല. കാരണം ഇവിടത്തെ ചില ആൾക്കാരെ പോലെ ബൾഗറി ചീപ്പ് അല്ലല്ലോ. നീ എന്നെ ചീപ്പ് എന്ന് വിളിക്കുന്നു? ആരാടി നീ? മോളെ, മോളുടെ ഫിയാൻസയുടെ പൈസയുടെ പ്രസരിപ്പത്തെ ഇവിടേക്ക് എടുക്കണ്ട. ഞാൻ ആരാ എന്താ ഒന്നൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല. എന്നാലും കേട്ടോ, ഇൻഡിപെൻഡന്റ് കോർട്ടർ അഡ്വൈസർ ടു ദി സബ്യസാച്ചി ഹൗസ്. അതായത് ഐ ഗോട്ട് എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദി സബ്യസാച്ചി ഫൗണ്ടർ. പക്ഷെ ഇതൊന്നും പറഞ്ഞ ഫിയാൻസയുടെ ശിങ്കിടിക്ക് മനസ്സിലാവില്ലല്ലോ. ഓൾസോ get out of my boutique. I don't want a shameless customer like you. How dare you? This what you call the customer service? Actually, genuine customers-നോടെ നമുക്ക് താല്പര്യമുള്ളൂ. We don't want this faker as a customer. Security? നിങ്ങൾക്ക് രണ്ടാൾക്കും കാണിച്ചു തരാം ഈ നിത്യ ആരാണ്. അത് കണ്ടല്ലോ. You, I'm gonna put on negative review. ഈ ബൊട്ടീക്ക് പന്തലിക്കുന്നത് എനിക്കൊന്ന് കാണണം. ആയിക്കോട്ടെ, ഇപ്പൊ മാഡം ചെല്ല്. നിത്യ ജയയുടെ ഷോപ്പിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നം. You will be wearing the most elegant gown the world would have ever saw. ഇല്ലെങ്കിൽ എന്റെ പേര് ജീന എന്നല്ല. You have 1 week left, right? ജാനു, വാ, ആളെ വിളിക്കട്ടെ. ജാൻവി ഉറങ്ങാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത്. ഇവനെന്താ? ഹലോ. ഹേയ്, കിടന്നോ? ഇല്ല. ബുദ്ധിമുട്ടായോ? ഇല്ല, പറയൂ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാൻ. എന്താ? ഹോസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്ക് +1 വേണമെന്നുണ്ട്. അപ്പോ താൻ ആരെയാ? അയ്യോ, അത് ശരിയാണല്ലോ, ഞാൻ ഓർത്തില്ല. തനിക്ക് +1 ആയോ? ഇല്ല. ഓക്കെ. തനിക്ക് എന്റെ +1 ആവുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ, ഇല്ല. എന്നാ താനായിക്കോ. ഓക്കെ. താൻ ഇടാൻ പോകുന്ന ഡ്രസ് കളർ? അത് ജീനിയോട് ചോദിച്ചോ. I don't have any idea about it. ठीक है, और कल एक मीटिंग है. अभी तो बोला था कि सब आप ही हैंडल कर लेंगे. तरुण आएंगे तो? बहुत बढ़िया, तुम ये जाओ. आज ही उसकी रखेल को मिला था. कौन? वो नित्या? ड्रामा बनाने के लिए आई थी. जीना उसको शॉप से निकलवाई. इसीलिए मैं कहा था वो ड्रामेबाजी सहने का ताकत में नहीं है अब. इसीलिए तुम ही उसे डील कर लियो. समझा. बाय देन. या. വരുൺ പിന്നീട് ജീനയെ വിളിച്ചു. ഗേൾ. പറയൂ ബ്രഹ്മചാരി. ഇത് നിർത്താറായില്ലേ? ഇല്ല. എനിവേസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. വാട്ട്? നീ ജാൻവിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡ്രസ് അതേതാ? ഐ മീൻ കളർ. ഓ, അതോ? എന്റെ കോൺഫിഡൻഷ്യൽ മാറ്റർ ആണത്. അയ്യോ, ഞാനാണേ അവളുടെ +1. അയ്യേ, നീയോ? എന്നാടെ എനിക്കൊരു കുഴപ്പം? ഡിവോഴ്സിന്റെ കാര്യം ആരും അറിഞ്ഞില്ലല്ലോ. പീപ്പിൾ വുഡ് തിങ്ക് യു ആർ തരുൺ ആക്ച്വലി. അതെന്റെ ഒറ്റൊരാള് കാണുന്ന ഞാൻ എന്റെ മുടി പരുവത്തിലാക്കിയത്. നമ്മളെപ്പോലെ ഒരാളുണ്ടെന്ന് വെച്ച് നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴും നമ്മളുടെ സ്വഭാവത്തിന്റെ ബേസിസിൽ തന്നെയായിരിക്കും. ഒരിക്കലും അത് നമ്മുടെ മുഖം മാറ്റിക്കൊണ്ടാവില്ല. സാഹിത്യബോധമുണ്ടല്ലോ കുട്ടിക്ക്. തരുണിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ നിന്റെ സഹോദരാവിഹിതം ഇന്ന് വന്നായിരുന്നു. എനിക്ക് ആ മുതലിനൊരു പണി കൊടുത്തതിൽ ഒരു സമാധാനമായിട്ട്. എനിക്ക് അവളുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്ന ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കണ്ടു. ഓ, സുഹൃത്ത് പ്രതികാരം കൊള്ളാം. എനിക്ക് തോന്നി നിനക്ക് വേണ്ടി വരുന്നു. ഞാൻ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഓ ഷിറ്റ്, അവളെന്റെ നിമി ഷോപ്പിന് ഓർഡർ കൊടുത്തേ. പ്രശ്നമാണോ? ഒരിക്കലും ഇല്ല. എന്നെ പോലെ ആവാൻ വേണ്ടി നടക്കുന്നൊരു കോതയാ അതിന്റെ ഓണർ. പണ്ടെന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ. ഇതുവരെ എന്റെ പിന്നീന്ന് പോയിട്ടുള്ള ശല്യം. പിന്നെ ഉപകാരം എന്തെന്നാ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതും സർപ്രൈസോ? പിന്നെ അല്ല. നിനക്ക് വേണ്ടതാണല്ലോ, അപ്പൊ എനിക്ക് വേണ്ടി നോക്കാം. എന്റെ കൊച്ചിന്റെ +1 അല്ലേ? താങ്ക് യു മോളൂസ്.
ബ്രഹ്മോ വേണ്ട വേണ്ട. Bye, Monty Gina. പണം മരമാക്കി. Good afternoon, ladies and gentlemen. Today I'm going to represent JK Corporation due to the absence of CEO. Myself, Varun Saxena, personal assistant cum secretary of Ms. Janvi Kashyap. This is such an irresponsible behavior. How come a CEO cannot be present in such an important meeting? According to the policies, I just know I can attend this meeting. Janvi ma'am is unwell, which is why I am here. That clarification should be sufficient. Any condescension regarding personal matters is entirely unwarranted. വരുണിന്റെ ആ ഒരു ഡയലോഗ് മതിയായിരുന്നു തരുണിന്റെ വാങ്ങിക്കേണ്ടത്. മീറ്റിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. തരുൺ പരമാവധി JK കമ്പനിക്കെതിരെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സംസാരിച്ചു. അപ്പോഴൊക്കെ വരുൺ അതിനനുസരിച്ച് തടഞ്ഞു നിന്നു. മീറ്റിംഗ് റൂമിൽ ആ അന്തരീക്ഷം മറ്റുള്ള മെമ്പേഴ്സിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തായാലും ജാൻവി ഇറങ്ങാതെ കഷ്ടപ്പെട്ട് മെനഞ്ഞെടുത്ത പ്രൊജക്ട് ബോർഡ് മെമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്തു. ഇത് തരുണിനെ രോഷം കൊള്ളിച്ചു. മീറ്റിംഗ് കഴിഞ്ഞു. താനെന്നവിടെ നിന്നെ എന്തായാലും നിന്റെ ഡെഡിക്കേഷൻ കൊള്ളാം. ആ വെറും പെണ്ണിന് വേണ്ടി. നീ കാണുന്ന കണ്ണുകളിലൂടെയല്ല ഞാൻ പൊതുവെ സ്ത്രീകളെ കാണാറ്. ഓഹോ, ഭവാൻ എങ്ങനെയാണ് അവ കാണുന്നത്? പെൺകോന്തനായിട്ടാണോ? ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാവണേ. ഈ വേസ്റ്റുകളിലുള്ള നിന്റെ താല്പര്യം കൊള്ളാം, പ്രത്യേകിച്ച് ഞാൻ കളയുന്നത്. ആഹാ, അപ്പൊ ഒരു കനൽത്തരിയുള്ളിൽ എരിയുന്നുണ്ടല്ലേ? കൊള്ളാം. ഇന്നത്തെ മീറ്റിംഗ് കണ്ടപ്പോ തൊട്ടുള്ള സംശയമായിരുന്നു, ഇപ്പൊ മനസ്സിലായി. ഇത്രയ്ക്കും പാഷനേറ്റ് ആവണമെങ്കിൽ എനിക്ക് തരാത്തതൊക്കെ അവൾ നിനക്ക് നല്ലോണം തരുന്നുണ്ടാവുമല്ലോ, അല്ലേ? बहुत अच्छे से इतना तुझमें क्या है जो मुझे नहीं दी? हिम्मत, कामयाबी और मर्दान की. मुझे मर्द बनाने सिखाओगे? भूलना मत कि तुम अब एक रंडी के साथ है. तुम मईर ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാറുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിന്നെ ഞാൻ എന്താ ഇത്? കുടുംബക്കാർ തമ്മിൽ പലതും സംഭവിക്കും, അത് നീ നോക്കണ്ട. അതെന്റെ ഓഫീസിലല്ല നടത്തേണ്ടത്. കുടുംബക്കാർ കുടുംബ വീട്ടിൽ ചെയ്യണം. ഇത് നിന്റെ അമ്മയുടെ സ്വർണം വിറ്റുണ്ടാക്കിയ ഓഫീസല്ല. इंडिया के टॉप राइजिंग बिजनेसमैन का असली रूप हर दुनिया को दिखाऊंगी मैं. यहाँ के CCTV पत्थर से नहीं बने हैं. तुम जो मेरे बारे में कहा और तुम्हारी ये वायलेंस एंड कॉकी नेचर बिजनेस वर्ल्ड अच्छे से नहीं ले, और टेवियन कॉर्पोरेशन तुम्हारे सोच से भी पार जाएंगे, भूलना मत. ये मत सोचो कि तुम जीत गए रांडी. तुम्हारे माँ अगर ये सुन लिया तो ये चेहरे देखने के लिए भी तुम्हारे पास नहीं आएंगे. मर जाएंगे वो बेचारे. तू भी रंडवा से कम नहीं है. निकल जाओ यहाँ से. തരുൺ അവിടെ നിന്ന് പോയി. तुम എന്തെങ്കിലും പറയാനുണ്ടോ? അത് അതിനു മുന്നേ ജാൻവി വരുണിന് ഫസ്റ്റ് എയ്ഡ് ചെയ്തു കൊടുത്തു. नो टॉक. वो प्रोजेक्ट एक्सेप्ट हो गया, बट उस नल्ले को पसंद नहीं आया. उसकी जलन दिखा रहे थे तुम्हारे बारे में. वो മതി. കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടു. ജസ്റ്റ് പ്ലീസ് ഡോണ്ട് ഫൈറ്റ്. ഐ ഹേറ്റ് ഇറ്റ്. हाँ वह നത്തിങ്. വേദനിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കൊളീഗ്സുമായിട്ട് തല്ലുകൂടാൻ പോകണ്ടെന്ന്. അയാൾ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെന്താ എന്താണെന്നാണോ? നമ്മുടെ മോളെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. അവൾക്ക് 7 വയസ്സേ ഉള്ളൂ. ഇനി അവളുടെ കൂടെ ജീവിക്കണ്ടേ നമുക്ക്? ഈ കുടുംബത്തിന് ഒരു പ്രശ്നഘട്ടത്തിൽ ആക്കിയിട്ട് തന്നെ വേണോ നിങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാൻ? ശരി, അത് വിട്. മോളെവിടെ? പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. ആ, നോക്കട്ടെ. ചിന്നു, അയ്യോ മോളെ. എന്താ മോളോ ഇങ്ങനെയൊക്കെ പേടിക്കാവോ? എനിക്ക് മമ്മീനെ കാണണം. രാജ, എന്റെ മോളെ എവിടെ? ഇല്ല, നിന്റെ മറ്റവനെ ഇങ്ങോട്ടേക്ക് ഇറക്ക്. രാജ, നിന്റെ ഏട്ടന്റെ സ്വന്തം കുഞ്ഞല്ലേ അവള്. അവളെ താഴെ ഇറക്ക്. എനിക്ക് എന്റെ കമ്പനിയുടെ വിഹിതം വേണം. അത് ചോദിക്കാൻ ചെന്നപ്പോ അവനെ തള്ളി. ശ്വേത, എന്തിനാ ചേച്ചി അവനെ വിളിച്ച് കഷ്ടപ്പെടുന്നത്? രാജ, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. നിനക്ക് മതിയായില്ലേ? നിന്റെ വിഹിതം കൂടി അച്ഛൻ എഴുതി തന്നതല്ലേ? അത് നീ ദൂരത്തടിച്ച് നശിപ്പിച്ചിട്ട് എന്റെ അടുത്ത് വരുന്നു.
എനിക്കതൊന്നും കേൾക്കണ്ട. വേണ്ടത് എനിക്ക് തന്നു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വാ ഇങ്ങോട്ട് വാടാ, ഇവരെ ഫുള്ളായിട്ടങ്ങ് തീർക്കാം. രാജ വേണ്ടടാ, നമ്മള് വെറുതെ വിട് പ്ലീസ്. ആ കമ്പനി തരുവാണെങ്കിൽ മാത്രം. ഇല്ല, ചിന്നുമോളെ എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാ. നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. സിസ്റ്ററെ, എനിക്ക് അച്ഛനെ അമ്മേനെയും കാണണം. ജാനറ്റ് മോളെ, എന്റെ അങ്കിൾ, അയാൾ എന്റെ അച്ഛനമ്മേനെ വേദനിപ്പിച്ച് എനിക്ക് അങ്കിളുടെ പേടിയാ. മോളെ സിസ്റ്റർ പറയുന്നത് കേൾക്കണം. മോൾക്ക് ഇപ്പൊ അച്ഛനായിട്ട് ഒരാള് വന്നിട്ടുണ്ട്. നല്ലയാളാ, അയാളുടെ കൂടെ പോയാൽ മതി. உங்களை வந்து கூப்பிடுறேன். മോളിങ്ങ വാ. ജാൻവി, നീ എന്താ പറയാൻ? I just said I hate people who are violent. Also it triggers me. താനും തരുണും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ നീ ഇവിടെ വന്നാല് ഐഡിയ അക്സെപ്റ്റ് ചെയ്തല്ലോ, അത് മതി. ഞാൻ പോകുക. ബൈ, ടേക്ക് കെയർ. ബൈ. You're gonna hate someone like me, Janvi. അല്ല, Janet. സർ, സെന്റിനൽ ഗ്രൂപ്പിന്റെ സിഇഒ വന്നിട്ടുണ്ട്. ഇറ്റ്സ് an urgent meeting. അവരോട് വരാൻ പറയൂ. नमस्ते मिस्टर सक्सेना. നമസ്തേ. बैठो. बात सीधे साधे कहती हूँ. सेंटिनल कंपनी आपके ट्रिवियोनिक्स एंटरप्राइजेस से जुड़वाना चाहते हैं. आपको पता है कि ये दोनों कंपनी अच्छे से प्रॉफिट ला रही है. अगर हम जुड़ जाए तो और बड़ी प्रॉफिट लाएंगे और हम दोनों बिलियनर्स बन जाएंगे. क्यों मैं आपकी कंपनी से मिक्सअप कर लूं? अंडरग्राउंड में आपके रेपुटेशन बहुत क्वेश्चनेबल दिखते हैं. मुझे पता है आपको उसकी चिंता होगी, पर जब मैं हमारी कंपनी की 55% प्रॉफिट आपको देगा तो क्या कहेंगे आप? मतलब मैं टॉप पोजीशन में? जी हाँ, आप ही तो टॉप ऑर्डर होगी. फिर बिलियनर से दूर कम हो तो जाएंगे. ठीक है, कोई बात नहीं. पर एक कंडीशन है. क्या? साउथ कोरिया से एक ह्यूज पेट्रोलियम कंपनी यहाँ इंडिया में इन्वेस्ट करने का प्लान कर रहे हैं. हमको वो मिस आउट नहीं करना चाहिए. अगर वो डील आपको मिला तो डील इज योर्स. ठीक है. और आपका पूरा नाम? राजेश आंड्रूस. മലയാളിയാണോ? അതെ, സക്സേന മലയാളിയാണോ? അച്ഛന്റെ അച്ഛൻ ഇവിടുത്തെ അതാ സക്സേന. അച്ഛന്റെ അമ്മ മലയാളിയും. സോ മലയാളം നല്ലോണം അറിയാം. ഇത് കുറച്ചുകൂടെ നല്ലതായല്ലോ. എന്തായാലും ഇനി അടുത്ത നിഫ്റ്റി 50 ട്രിവിയോണിക്സും സെന്റിനലും ഉണ്ടാവണം. അറിയാലോ? ജി. ഹായ്, ഹലോ. അങ്ങനെ കറക്റ്റ് ജനുവരി തന്നെ ഞാൻ സാറിന് വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും പെട്ടെന്ന് ഞാൻ കഥ എഴുതി, ലൈക്ക് ഈ എപ്പിസോഡിൻ്റെ കഥ എഴുതി തീരുമെന്ന്. അതൊരു പെട്ടെന്നൊരു വീഡിയോ പോസ്റ്റിംഗ് വന്നത്. എനിക്കേസ് കഥ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടു വേൾഡ്സ് റോം കോം അല്ല. ടു വേൾഡ്സ് ആക്ച്വലി എന്താണ് കൈൻഡ് ഓഫ് ക്രൈം ആ സാധനങ്ങളിലേക്കും മെല്ലെ പൊക്കോണ്ടിരിക്കുകയാണ്. ത്രില്ലർ കൈൻഡ് ഓഫ് ബട്ട് അലോങ് വിത്ത് റൊമാൻസ്. അതാണ് ടു വേൾഡ്സ് ആക്ച്വലി. കഥയുടെ ഗതി നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ജാൻവിയുടെ ആ ബോസി എനർജിയും ആ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഒരു കഴിവൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾസോ ഞാൻ ഈ ഒരു ഫുൾ FFൽ കുറേ ബിസിനസ് മീറ്റിംഗ് ഉണ്ടാവും, കുറേ ബിസിനസ് ടേംസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ
ഒബ്വിയസ്ലി ഞാൻ എല്ലാ FFകളിലും പറയുന്നത് പോലെ തന്നെ കഥയുടെ റിയലിസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഇനിയും കേൾക്കും, ഇനിയും ഇതേപോലെ തന്നെ കുറേ അറിയാത്ത ബിസിനസ് ടേം, ഇതുവരെ കേൾക്കാത്ത ബിസിനസ് ടേം ഉണ്ടാവും, ചിലപ്പോൾ കേട്ട ബിസിനസ് ടേം ഉണ്ടാവും. അതിൽ ഓരോ മീറ്റിങ്ങും ഓരോ ബിസിനസ് ടേമും ഈ കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കയറ്റുന്നത്. പല മീറ്റിങ്ങിനും പല സീൻസ് ഉണ്ടാക്കണമെങ്കിൽ പല മീറ്റിങ്സിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പം സഹിച്ചോളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ പോട്ടെ. ബൈ.